ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണോ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്റർ അല്ലേ, 4th ചാപ്റ്ററായ കൺസിഡറേഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ആ പോയിൻറ്റ്സ് വെറുതെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ചാപ്റ്റർ ഒന്നും കൂടി ആദ്യം മുതൽ ഞാൻ പറയാം കേട്ടോ. കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് അല്ലേ. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസാണ് ഉണ്ടായിരിക്കുക, പ്രൊമിസർ ആൻഡ് പ്രൊമിസി അല്ലേ. ഒരാൾ ഓഫറർ അല്ലെങ്കിൽ ഓഫറി, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഒരാൾ ഓഫർ കൊടുക്കുന്നു, മറ്റൊരാൾ അതെന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓഫർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വേറൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പ്രൊമിസർ കൊടുക്കുകയും പ്രൊമിസി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. അങ്ങനെ പ്രൊമിസി അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കൊടുക്കണം. അതാണ് നമ്മൾ കൺസിഡറേഷൻ എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലീഗൽ റൂൾസ് ആണുള്ളത്, ഏതൊക്കെ തരത്തിലാണ് ഈ പ്രതിഫലം നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ കൊടുത്താലാണ് അത് ശരിയായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൺസിഡറേഷൻ എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം കൺസിഡറേഷൻ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വീണ്ടും നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ കൺസിഡറേഷൻ ഈസ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡറേഷനെ പറയാം. എന്തായാലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടത്താൻ, എന്തായാലും ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു ഓഫർ കൊടുക്കുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇതിനെ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ കൺസിഡറേഷൻ ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. Section 10 provides that a contract must be made lawful consideration. അപ്പോൾ ഈ കൺസിഡറേഷൻ പറയും, നമ്മളിപ്പോൾ ഒരു പ്രതിഫലം മേടിക്കുക എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം അല്ലേ. നമ്മൾ ശരിയായ തരത്തിൽ വേണം കൺസിഡറേഷൻ ഈടാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ലോഫുള്ളായിട്ട് തരത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലോഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളതിൽ പറഞ്ഞിട്ട്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു തന്നതായിരുന്നു അല്ലേ. പിന്നെ അതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഡെഫിനിഷനൊക്കെ പഠിക്കുമ്പോൾ ടെസ്റ്റിലത്തെ അതേമാതിരി പഠിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഈ കൺസിഡറേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ ഓർ പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് or does abstain from doing and promises to do or abstain from doing something, such an act or subsistence or promise is called consideration of the നമ്മൾ എന്ത് പറയുന്നു, കൺസിഡറേഷൻ ഓഫ് ദി പ്രോമിസ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊമിസറും ഉണ്ടായിരിക്കും പ്രൊമിസി ഉണ്ടായിരിക്കും. പ്രൊമിസർ സാധനങ്ങൾ ഓഫർ ചെയ്യുകയും അതിനനുസരിച്ച് പ്രൊമിസി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. അതിനനുസരിച്ച് അവരെങ്ങനെയൊക്കെയാണ് അതിനെ ഈടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ കൺസിഡറേഷനിൽ പറയുന്നത് അല്ലേ. അപ്പോൾ കൺസിഡറേഷനിൽ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ് എൻ ആക്ട് ഡൂയിങ് സംതിങ്, ഇതൊരു ആക്റ്റാണ്. പിന്നെ എന്താണ്, ഇസ് എൻ അബ്സിസ്റ്റൻസ് ആണ്. അബ്സിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടുന്നത്, എന്തൊക്കെയാണ് നമുക്ക് അബ്സ്റ്റെയിൻ ചെയ്യാനുള്ളത്, നമുക്ക് എന്തിനൊക്കെയാണ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ വിട്ടു നിൽക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇസ് എൻ അബ്സിസ്റ്റൻസ്. പിന്നെ സച്ച് ആൻ ആക്ട് ഓർ അബ്സിസ്റ്റൻസ് മേ ബി ഡൺ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ ആൻഡ് മേ ബി ഡൺ ബൈ ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ അല്ലേ. അപ്പോൾ പ്രൊമിസർ എങ്ങനെയാണോ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് പ്രൊമിസി അത് ആക്സെപ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നമ്മൾ പറയുകയാണെങ്കിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയുടെ സാധനമാണോ വാങ്ങിക്കുന്നത് ചെങ്കിൽ അതിനെ പ്രൊമിസറും പ്രൊമിസിയും തമ്മിൽ ഒരു കൺസിഡറേഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെയാണോ അതിൻ്റെ പ്രതിഫലം എങ്ങനെയൊക്കെയാണ് ഈടാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത്, ഏതൊക്കെയാണ് അബ്സ്റ്റെയിൻ ചെയ്യാനുള്ളത്, വിട്ടു നിൽക്കാൻ മാറ്റി വയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ, ഇവിടുന്ന് മുതലാണ് നമുക്കിനി എടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ ഹെഡിങ് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് for a
വാലിഡ് കൺസിഡറേഷൻ. നോക്കുക, വാലിഡ് കൺസിഡറേഷൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ലീഗൽ റൂൾസ് ആണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ളത്, എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. അപ്പോൾ കൺസിഡറേഷൻ നമ്മൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ കൺസിഡറേഷൻ, ഇപ്പോൾ ഒരു സാധനത്തിന് എത്രയാണ് പ്രതിഫലം, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. ആരാണോ പ്രൊമിസർ ചെങ്കിൽ, ഓഫറർ ആരാണെന്ന് വെച്ചെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ്, അയാളാണ് തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ആരുടെ ഡിസയറിനനുസരിച്ചിട്ടാണ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് at the desire of the promisor അല്ലേ. അപ്പോൾ നോക്കുക, an important characteristics of consideration is the act or forbearance of the promisee or any other person must be done at the desire and request of the promisor അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അബ്സ്റ്റെയിൻ ചെയ്യാനുള്ളത് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഡിസയർ ഓഫ് ദി പ്രൊമിസർ, പ്രൊമിസറുടെ ഡിസയറിനനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ദ ഡിസയർ ഓഫ് പ്രൊമിസർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ് പറഞ്ഞാൽ എന്താ അർത്ഥം, ഓറലി അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിനെയാണ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുക, സർക്കംസ്റ്റാൻസസിനനുസരിച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസയർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ആൻ ആക്ട് ഡൺ വിത്തൗട്ട് എനി റിക്വസ്റ്റ് ഈസ് വോളണ്ടറി ആക്ട് ഡസ് നോട്ട് കം വിത്ത് ഇൻ ദി ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷൻ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ആൻ ആക്ട് ഡൺ വിത്തൗട്ട് എനി റിക്വസ്റ്റ് ഈസ്, ഒരു റിക്വസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വിത്തൗട്ട് എനി റിക്വസ്റ്റ് ഈസ്, അതിനെ നമ്മൾ വോളണ്ടറി ആക്ട് എന്ന് പറയുന്നത്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നിയമപ്രകാരമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, വോളണ്ടറി എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഡസ് നോട്ട് കം വിത്ത് ഇൻ ദി ഡെഫിനിഷൻ ഓഫ് കൺസിഡറേഷൻ, അത് എന്താണെന്നുള്ളത് ഡെഫിനിഷനിൽ പറയുന്നില്ല അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, കൺസിഡറേഷൻ നമ്മൾ ഇത്രയാണ് ഒന്നിൻ്റെ പ്രതിഫലം എന്ന് തീരുമാനിക്കുന്നത് ആരുടെ ഡിസയറിനനുസരിച്ചാണ്, പ്രൊമിസറുടെ ഡിസയറിനനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക കേട്ടോ, എം സൺ ഈസ് ലോസ്റ്റ് ആൻഡ് വൈ വോളണ്ടറിലി ഗോസ് ഇൻ സെർച്ച് ഫോർ ഹിം. ഒരു ഉദാഹരണം പറയുകയാണ്, എമ്മിൻ്റെ സണ്ണിനെ കാണാതെ, അപ്പോൾ വൈ എന്ത് ചെയ്തു, എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി അല്ലേ. വൈ കനോട്ട് ക്ലെയിം എനി റെമ്യൂണറേഷൻ ഓർ റിവാർഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വൈ സൺ ബിക്കോസ് ഹി ഹാസ് നോട്ട് ഡൺ അറ്റ് എംസ് റിക്വസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എമ്മിൻ്റെ സണ്ണിനെ കാണാനില്ല, അപ്പോൾ വൈ അയാളെ സെർച്ച് എവിടെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി അല്ലേ. അപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അയാൾക്ക് അതിനുള്ള റിവാർഡോ റെമ്യൂണറേഷനോ ഒന്നും കൊടുക്കുന്നില്ല, കാരണം എം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പറയുന്നത്. അപ്പോൾ പ്രൊമിസർ എങ്ങനെയാണോ തീരുമാനിക്കുന്നത് വെച്ചെങ്കിൽ പ്രൊമിസറുടെ ഡിസയറിനനുസരിച്ച് മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് അതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താ പറയുന്നത്, ലീഗൽ റൂൾസ് എന്ന് പറയുന്നതാണ്. ലീഗൽ റൂൾസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷനിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റാണ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ അല്ലേ. അപ്പോൾ ഈ കൺസിഡറേഷൻ മൂവ് ഇപ്പോൾ ആദ്യം നമ്മൾ കൺസിഡറേഷൻ പ്രൊമിസറുടെ ഇഷ്ടപ്രകാരം നമ്മൾ മൂവ് ചെയ്തു. പിന്നെ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രൊമിസിക്ക് അല്ലെങ്കിൽ ഓർ എനി അതർ പേഴ്സൺ, ഒരു സ്ട്രേഞ്ചർ വേറെ. അപ്പോൾ ഒന്നെങ്കിൽ പ്രൊമിസി അല്ലെങ്കിൽ ഓർ എനി അതർ പേഴ്സൺ. അപ്പോൾ അണ്ടർ ഇന്ത്യൻ ലോ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ആസ് ഹൂ ഹാസ് ഫർണിഷ്ഡ് ദ കൺസിഡറേഷൻ. നോക്കാം, the consideration may proceed either from the promisee or any other person. Consideration നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് ആരൊക്കെയാവാം, രണ്ട് പേരാണ് നമ്മൾ പറയുന്നത്, either promisee അല്ലെങ്കിൽ or any other person. Even a stranger to a contract can provide consideration. ഒരു സ്ട്രേഞ്ചർ ഇതിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ but the stranger to the consideration will be liable to sue only if the party to the contract അല്ലെ ആ പാർട്ടി അതിൽ ആ കോൺട്രാക്റ്റിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്യൂ കൊടുക്കാൻ വേണ്ടി, കേസ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ദിസ് ഈസ് സംടൈംസ് കോൾഡ്, അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ അല്ലേ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ലോ പ്രകാരം
ഇറ്റ് ഈസ് ഇംമെറ്റീരിയൽ ആസ് ഹൂ ഹാസ് ഫർണിഷ്ഡ് ദ കൺസിഡറേഷൻ അല്ലേ. അങ്ങനെ പറഞ്ഞാൽ കൺസിഡറേഷൻ മേ പ്രൊസീഡ്, ആരാണ് ഈ കൺസിഡറേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്? ഐദർ ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ. എനി അതർ പേഴ്സൺ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ സ്ട്രേഞ്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൺ എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ക്യാൻ പ്രൊവൈഡ് കൺസിഡറേഷൻ. നമ്മൾ സ്ട്രേഞ്ചറുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് കൺസിഡറേഷൻ അയാൾക്ക് ഇത്ര രൂപ പ്രതിഫലം കൊടുക്കാം എന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നതെങ്കിൽ, ബട്ട് ദ സ്ട്രേഞ്ചർ ടു ദ കൺസിഡറേഷൻ വിൽ ബി ലയബിൾ ടു സ്യൂ ഓൺലി ഇഫ് ദ പാർട്ടി ടു ദ കോൺട്രാക്ട്. അത്രയേ ഉള്ളൂ, അയാൾ ആ കോൺട്രാക്റ്റിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്യൂ ചെയ്യാൻ വേണ്ടി, സ്യൂ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രേഞ്ചറെയാണ്. അപ്പം നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സ്ട്രേഞ്ചറെയും കൂടിയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തിന് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. സ്ട്രേഞ്ചർക്ക് ശരിക്കും സമയത്തിന് പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ സ്യൂ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. മൂന്നായിട്ടാണ് നമ്മൾ കൺസിഡറേഷനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അണ്ടർ ഇന്ത്യൻ ലോ അക്കോർഡിംഗ് ടു സെക്ഷൻ 2D കൺസിഡറേഷൻ മേ ബി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ പ്രൊമിസർ had received the consideration before the date of the promisee, it is known as past consideration അല്ലേ. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ പറഞ്ഞാൽ വൈയും എച്ചും, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ആൾക്കാർ, വൈ റെൻഡേഴ്സ് സർവീസ് ടു എച്ച്. വൈ എന്ന് പറഞ്ഞ ആൾ എച്ചിന് സർവീസ് ചെയ്ത് കൊടുത്തു. സർവീസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പ്രതിഫലം അപ്പം കൊടുക്കാണ്ട് പിന്നീടാണ് കൊടുക്കുന്നുള്ളൂവെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരാൾ വർക്ക് ജൂലൈ മാസത്തിൽ ചെയ്തു തന്നു. നമ്മൾ അയാൾക്കുള്ള പ്രതിഫലം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആയിട്ടാണ് കൊടുക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഇപ്പം ചെയ്തു, പക്ഷേ അതിൻ്റെ കാശ് നമുക്ക് പിന്നീടേ കിട്ടുന്നുള്ളൂ. അതിനെയാണ് പാസ്റ്റ്, കഴിഞ്ഞിട്ടാണ്, കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അതിനുള്ള പ്രതിഫലം തരുന്നുള്ളൂ. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പം നോക്കൂ, പാസ്റ്റ് കൺസിഡറേഷൻ, ഇഫ് ദി പ്രൊമിസർ ഹാഡ് റിസീവ്ഡ് ദി കൺസിഡറേഷൻ ബിഫോർ ദി ഡേറ്റ് ഓഫ് ദി പ്രോമിസ് ഈസ് നോൺ ആസ് പാസ്റ്റ് കൺസിഡറേഷൻ. ഇപ്പോൾ നോക്കുക, ഉദാഹരണം നോക്കുക, വൈ റെൻഡേഴ്സ് സം സർവീസ് ടു എച്ച് അറ്റ് ലാറ്റേഴ്സ് ഡിസയർ. ആഫ്റ്റർ എ മന്ത് എച്ച് പ്രോമിസ് ടു കോമ്പൻസേറ്റ് വൈ ഫോർ ദി സർവീസ് റെൻഡേർഡ് ടു ഹിം. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ പാസ്റ്റ് കൺസിഡറേഷൻ. വൈ ക്യാൻ റിക്കവർ ദി പ്രോമിസ്ഡ് എമൗണ്ട്. പ്രോമിസ്ഡ് എമൗണ്ട് കിട്ടി, പക്ഷേ സർവീസ് അയാൾ ആദ്യം ചെയ്തു, പക്ഷേ നമുക്ക് ഇൻകം കിട്ടിയത് പിന്നീടാണ് കിട്ടിയത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ദ പ്രൊമിസർ ഹാഡ് റിസീവ്ഡ് ദ കൺസിഡറേഷൻ, പ്രൊമിസർക്ക് കിട്ടുന്നത് ബിഫോർ ദി ഡേറ്റ് ഓഫ് പ്രോമിസ് അല്ലേ, മുന്നേ തന്നെ, ബിഫോർ എന്നാണോ നമ്മൾ വരുന്നത് വെച്ചെങ്കിൽ അതിന് അങ്ങനെ അനുസരിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. അതിൽ തന്നെ വരുന്നതാണ് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. എന്ത് വർക്കാണോ നമ്മളെ ഏൽപ്പിച്ച് വെച്ചെങ്കിൽ ആ വർക്ക് നമ്മൾ ചെയ്യുന്നു, അപ്പം തന്നെ അതിനുള്ള കൂലിയും കൊടുക്കുന്നു. മനസ്സിലാവുന്നു, പ്രസൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ ചെയ്യുന്നത്. അതിനെയാണ് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ട്, ഇഫ് ദ പ്രൊമിസർ റിസീവ്സ് കൺസിഡറേഷൻ സൈമൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ് ഈസ് നോൺ ആസ് പ്രസൻറ്റ് കൺസിഡറേഷൻ അല്ലേ. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എ ബൈസ് ആൻ ആർട്ടിക്കിൾ ഫ്രം എ ഷോപ്പ്, പേയ്സ് ദ പ്രൈസ് ഇമ്മീഡിയറ്റ്ലി. ദ കൺസിഡറേഷൻ മൂവിങ് ഫ്രം എ ഈസ് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. നമ്മൾ കടയിൽ പോയിട്ടൊരു സോപ്പ് വാങ്ങിച്ചു, ആ സോപ്പ് വാങ്ങിച്ചിട്ട് അപ്പം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ.
രണ്ടും ഭാവിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ചെയ്യാം എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരാളൊരു വർക്ക് ഏൽപ്പിച്ചു. ഇപ്പോൾ ജൂലൈ മാസമല്ലേ ഇത്, നമ്മൾ സെപ്റ്റംബറിൽ ചെയ്യാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെയാണ് പേയ്മെൻറ്റും കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭാവിയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അതിനെയാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വെൻ ദി കൺസിഡറേഷൻ ഓൺ ബോത്ത് സൈഡ് ഈസ് ടു മൂവ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് രണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂച്ചർ കൺസിഡറേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നു. ഉദാഹരണം ശ്രദ്ധിക്കുക. എക്സ് പ്രോമിസ് ടു സെൽ ആൻഡ് ഡെലിവർ എ കമ്പ്യൂട്ടർ ടു വൈ ഫോർ ₹33,000 ആഫ്റ്റർ എ വീക്ക്. അല്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ തരാമെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിന് 33,000 രൂപയാണ് വില എന്നും പറഞ്ഞു. അപ്പോൾ വൈ പ്രോമിസ് ടു പേ ദി എഗ്രീഡ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ആ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടർ തരുന്നുള്ളൂ. അപ്പോൾ തന്നെയാണ് നമ്മൾ അതിൻ്റെ പൈസയും കൊടുക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൺസിഡറേഷനെ നമ്മൾ മൂന്നായിട്ട്, ഈ പ്രതിഫലം കിട്ടുന്നതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത്, സർവീസ്, നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യും, നമുക്ക് കാശ് കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനെ പാസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ പ്രസൻ്റ് ആണെങ്കിലോ രണ്ടും ഒപ്പം അല്ലേ, നമ്മൾ വർക്കും ചെയ്യുന്നു, അതിനനുസരിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ എക്സിക്യൂട്ടറി പറഞ്ഞാൽ നമ്മൾ വിൽക്കലും വാങ്ങലും ഒക്കെ കാശ് കൊടുക്കലും വിൽക്കലും ഒക്കെ ഫ്യൂച്ചറിലാണുള്ളൂ വെച്ചെങ്കിൽ അതിനെ ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നു. അപ്പം നമ്മൾ 3 പോയിൻറ്റ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് കൺസിഡറേഷൻ ഏതിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്, അത് ഡിസയർ ഓഫ് ദി പ്രൊമിസർ. നെക്സ്റ്റ് വന്നത് കൺസിഡറേഷൻ മേ ബി മൂവ് ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് ഉണ്ട്, പ്രസൻറ്റ് ഉണ്ട്, ഫ്യൂച്ചർ. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ്. ഇപ്പം നമുക്ക് കിട്ടുന്ന കൺസിഡറേഷൻ അഡ്വക്കേറ്റ് ആവണമെന്നില്ല, എല്ലാം വളരെ കറക്റ്റ് ആവണം എന്നില്ല എന്നാണ് പറയുന്നത്. അതിലൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒരു സാധനത്തിന് 25,000 രൂപയാണ് വില. അപ്പോൾ നമ്മൾ ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം ആദ്യം പറയുകയാണ് ചെയ്യുന്നത്. ഒരു സാധനത്തിന് ഇപ്പോൾ 25,000 രൂപയാണ് വില, പക്ഷേ 15,000 രൂപയ്ക്കാണ് അത് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അഡ്വക്കേറ്റ് ആവണം, 25,000 തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആ പ്രതിഫലം നമ്മൾ എത്രയാണോ വെച്ചെങ്കിൽ അത്ര തന്നെ വില കിട്ടണമെന്നില്ല. നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ 25,000 ആണ് ഒരു സാധനത്തിൻ്റെ വില വെച്ചെങ്കിൽ നമുക്ക് 25,000 തന്നെ കിട്ടണമെന്നില്ല, ഇടയ്ക്ക് 15,000 കിട്ടുന്നുള്ളൂ. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത് കേട്ടോ. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ്. Inadequacy of consideration will not invalidate a contract unless it is an evidence of the fraud. It is an evidence of fraud. On the ground of inadequacy of consideration, a party cannot set aside മാറ്റിവെക്കാൻ വേണ്ടി കോൺട്രാക്റ്റ് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നോക്കിക്കോളൂ, ഉദാഹരണം വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ബി സെൽ ഹിസ് സ്കൂട്ടർ വർത്ത് ₹28,000. ബിയുടെ സ്കൂട്ടർ 28,000 രൂപയ്ക്ക് വിറ്റു. ഫോർ എ സം ഓഫ് ₹15,000 ടു എ. ദി കൺസിഡറേഷൻ ത്രൂ ഇനാഡ്വക്കേറ്റ് വിൽ നോട്ട് അഫക്ട് ദി വാലിഡിറ്റി ഓഫ് കോൺട്രാക്ട്. 28,000 രൂപയാണ് ഉണ്ടായത്, പക്ഷേ എത്ര രൂപയാണ്, 28,000 രൂപ വർത്ത് പറഞ്ഞാൽ എന്താ, വിലപിടിപ്പുള്ളത് അല്ലേ. 28,000 രൂപ വിലപിടിപ്പുള്ള സാധനം എത്ര രൂപയ്ക്കാണ് വിറ്റത്, 15,000 രൂപയ്ക്കാണ് വിറ്റത് അല്ലേ. അപ്പോൾ വിറ്റു, പക്ഷേ എന്താണ് ഇതോ ഇനാഡ്വക്കേറ്റ് ആണ്. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് അഫക്ട്, ഇത് എന്തിനെ ബാധിക്കുന്നില്ല, ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദി വാലിഡിറ്റി ഓഫ് എ കോൺട്രാക്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. ഇല്യൂഷറി പറഞ്ഞാൽ മായ അല്ലേ, അപ്പം മായ അല്ല, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആണ്, നോ ഇല്യൂഷൻ അല്ല. അപ്പോൾ ഓൾദോ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ്, ഇറ്റ് മസ്റ്റ് ബി അഡ്വക്കേറ്റ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ 28,000 ആണ് നമുക്ക് പ്രതിഫലം കിട്ടാനുണ്ടായിരുന്നത് ആ സ്കൂട്ടറിൻ്റെ, പക്ഷേ 15,000 നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അതേമാതിരി തന്നെ ഇത് എന്താ പറയുക, ഇൻഅഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിയൽ ആണ്, യഥാർത്ഥത്തിലുള്ളതാണ്, നോട്ട് ഇല്യൂഷറി മായയല്ല, യഥാർത്ഥത്തിലുള്ള ഒന്നാണ്. Where consideration is physically or impossible, illegal, uncertain or illusory, it is not real. And therefore shall not be a valid consideration. അങ്ങനെയൊക്കെയാണ് ഇല്ലീഗലായ കാര്യങ്ങൾ, അൺസേർട്ടൺ ആയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ഇല്ലീഗൽ, അൺസേർട്ടൺ, അതേം ഇമ്പോസിബിൾ, ഫിസിക്കലി, അങ്ങനത്തെ ഇല്യൂഷറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് ഈസ് നോട്ട് എ റിയലുമല്ല. അതേമാതിരി തന്നെ therefore shall not be a valid consideration, അതിനൊരു വാലിഡ് കൺസിഡറേഷൻ ഉണ്ടാവുകയില്ല. പിന്നെ എ എൻഗേജ് ഉദാഹരണം പറയാൻ നോക്കിക്കോളൂ. എ എൻഗേജ് ബി ഫോർ ഡൂയിങ് എ സർട്ടൺ വർക്ക്.
പ്രോമിസ് ടു പേ റീസണബിൾ റെമ്യൂണറേഷൻ അല്ലേ. എ എൻഗേജ് ചെയ്തിട്ട് ബിയോട് പറഞ്ഞു വർക്ക് ചെയ്യാനും പ്രോമിസ് ചെയ്തു റീസണബിൾ ആയ ശരിയായ തരത്തിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ദിസ് പ്രോമിസ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബിക്കോസ് ദി കൺസിഡറേഷൻ ഈസ് അൺസേർട്ടൺ. നമുക്ക് തീർച്ചയില്ലാത്ത കാര്യമാണ്. ഉറപ്പില്ല, കൊടുക്കില്ല എന്ന് ഉറപ്പില്ല. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, തരുമോ കൊടുക്കാമെന്ന് പറഞ്ഞു. ദിസ് മേ ബി അൺസേർട്ടൺ ആണ്. അപ്പോൾ അതാ പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂഷറി. അപ്പോൾ അതാ പറയുന്നത് ഓൾദോ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂഷറി. വേർ കൺസിഡറേഷൻ എങ്ങനെയൊക്കെ ആകുമ്പോഴാണ് റിയൽ ആവാതിരിക്കുക? ഇറ്റ് മസ്റ്റ് നോട്ട് ബി റിയൽ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ സർക്കംസ്റ്റാൻസിൽ റിയൽ അല്ല എന്ന് പറയാം? ഇലീഗൽ ആവുമ്പോൾ, അൺസേർട്ടൺ ആവുമ്പോഴൊക്കെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് റിയൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുക അല്ലെ, പ്രതിഫലം കൊടുക്കുമ്പോൾ ലോഫുൾ എങ്ങനെയാണോ നിയമം പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. എങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം കൺസിഡറേഷൻ എങ്ങനെ ലോഫുൾ ആയിരിക്കണം. നമ്മൾ ഫസ്റ്റേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം. എങ്ങനെയാണോ നമ്മുടെ നിയമത്തിൽ കാര്യങ്ങൾ പറയുന്നത് വെച്ചെങ്കിൽ ആ തരത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് എ ലോഫുൾ. നോക്കൂ, ഇഫ് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ദി അഗ്രിമെൻറ്റ് ബിക്കം വോയിഡ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് അൺലോഫുൾ ആകുമ്പോൾ നമ്മൾ അഗ്രിമെൻറ്റ് എന്താവുന്നു? വോയിഡ് ആവുന്നു. ദി കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഫോർബിഡൻ ചെയ്യുന്നു അല്ലേ, ലോ നമ്മൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ഈസ് സച്ച് ഓഫ് നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. ഡിഫീറ്റ് ചെയ്യുന്നു, പ്രൊവിഷനെ ഡിഫീറ്റ് ചെയ്യുന്നു. ഫ്രോഡുലൻ്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആൻഡ് ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓർ ടു അനദർ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാവുന്നു? ഇഞ്ചുറി ടു പേഴ്സൺ, പ്രോപ്പർട്ടി ഓർ അതർ. ദി കോർട്ട് റിഗാർഡ്സ് ഇറ്റ് ഈസ് എൻ ഇമ്മോറൽ ആൻഡ് ഒപ്പോസ് ടു പബ്ലിക്. കോർട്ട് എന്ത് വിചാരിക്കുന്നു? ഇത് ഇമ്മോറലാണ്, നമ്മുടെ പബ്ലിക് പോളിസിയെ ഒപ്പോസ് ചെയ്യുന്ന എതിർക്കുന്ന ഒന്നാണ് എന്ന് കരുതുന്നു. അപ്പോൾ കൺസിഡറേഷൻ എങ്ങനെയാവണം? ലോഫുൾ ആവണം. നിയമം എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, ഏത് തരത്തിലാണോ നിയമം അനുശാസിക്കുന്നത് വെച്ചെങ്കിൽ ആ തരത്തിലായിരിക്കണം. അൺലോഫുൾ എങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അൺലോഫുൾ ആവുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇഫ് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ, എങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് കൺസിഡറേഷൻ അൺലോഫുൾ ആവുന്നു എന്നുള്ളതാണ്. ദി അൺലോഫുൾ ആയാൽ ദി അഗ്രിമെൻറ്റ് ബിക്കം വോയിഡ് ആവുന്നു അല്ലേ. ദി കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ആകുമ്പോൾ എന്താണ്? ഇറ്റ് ഫോർ ഇറ്റ്സ് ഫോർബിഡൻ ലോ ബൈ ലോ. പിന്നെ ഇറ്റ് ഈസ് എ സച്ച് ഓഫ് നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് വുഡ് ഡിഫീറ്റ് ദി പ്രൊവിഷൻ ഓഫ് any law, defeat the provision. It is fraudulent. It involves and implies injury to the person, property or another. The court regards it is an immoral and opposed to public policy. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുള്ളിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ എന്താണ്? It must be something which the promisor is not already bound to do. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി സംതിങ്. എന്തായാലും എന്താണ് ഇപ്പോൾ നമ്മൾ എന്താണോ കൺസിഡറേഷൻ, നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണോ കൺസിഡറേഷൻ, പ്രതിഫലം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ സംതിങ് വിച്ച് ദ പ്രൊമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? എ പ്രോമിസ് ടു ഡു വാട്ട് ഡൺ ഈസ് ഓൾറെഡി ബൗണ്ട് ടു ഡു. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ ഓൾറെഡി നമുക്ക് നിർബന്ധമായും പറയണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, എന്താണ് നമ്മൾ കൺസിഡറേഷൻ ഉദ്ദേശിക്കുന്നത്, എന്ത് പ്രതിഫലം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലേ. എ പ്രോമിസ് ടു ഡു വാട്ട് ഡൺ ഈസ് ഓൾറെഡി ബൗണ്ട് ടു ഡു. നിർബന്ധമായും ബന്ധിതമായും നമ്മൾ പറയണം നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ. ഐദർ ബൈ ജനറൽ ലോ അണ്ടർ ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഈസ് നോട്ട് എ ഗുഡ് കൺസിഡറേഷൻ ഫോർ എ ന്യൂ പ്രോമിസ്. ഇപ്പം നമ്മളൊരാളായിട്ടൊരു പ്രോമിസ്, ഒരു കാര്യം ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചു. ആ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ അത്രയേ ഉള്ളൂ, നമ്മളൊരു കാര്യം ഒരാളായിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് എല്ലാ ഇൻഫോർമേഷനും പറയുക. അല്ലാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പുതിയ ന്യൂ പ്രോമിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നർത്ഥം. അപ്പോൾ അതാണ് പറയുന്നത്, നിർബന്ധിതമായും നമ്മൾ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. There will be no determinant to the promisee or benefit to the promiser over and above their existing rights or obligation. എക്സിസ്റ്റിംഗ് നിലനിൽക്കുന്ന റൈറ്റ്സ് ഒബ്ലിഗേഷൻസോ ഇല്ല, അതിൽ യാതൊരു തരത്തിലുള്ള എന്തുണ്ടാകും? ദർ വിൽ ബി നോ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ. ദർ വിൽ ബി നോ ഫാക്ടർ ടു ദി പ്രൊമിസി ഓർ ബെനിഫിറ്റ് ടു ദ പ്രൊമിസർ അല്ലേ. ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ ന്യൂ പ്രൊമിസ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എന്താണോ പഴയത് പ്രകാരമുള്ളത് വെച്ചെങ്കിൽ അത് പ്രകാരം തന്നെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. എബോവ് ദർ എക്സിസ്റ്റിംഗ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, അതാണ് പറയുന്നത്. ഉദാഹരണം ശ്രദ്ധിക്കൂ. A promise to pay money to the police officer to investigate into a crime.
അപ്പോൾ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസറെ ഏൽപ്പിച്ചു. അയാൾക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾക്ക് അതിനുള്ള വേതനം വേറെ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ വേറെ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യം അതിൽ വരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് എൻ എഗ്രിമെൻറ്റ് വാസ് ഇൻവാലിഡ് ബിക്കോസ് ഓഫ് ദി ഓഫീസർ വാസ് ഓൾറെഡി അണ്ടർ ഡ്യൂട്ടി ടു ഡു സോ ബൈ ലോ. അപ്പോൾ ആ ലോ നിയമം ചെയ്യാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്, ആ പോലീസ് ഓഫീസർക്കുണ്ട്. അത് ചെയ്യണം, അതെന്തായാലും അയാൾ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ന്യൂ പ്രോമിസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് പറയാനുള്ളത്. നമ്മൾ തിയറിയിൽ നമ്മളിപ്പോൾ ഏത് ടോപ്പിക്കാണ് പറഞ്ഞത്? എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക കേട്ടോ. എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് അല്ലെങ്കിൽ ലീഗൽ റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിൻ്റ്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറയുക, കൺസിഡറേഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. പ്രൊമിസറുടെ ഡിസയറിനനുസരിച്ചിട്ടാണ് കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ അത് ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്? പ്രൊമിസറുടെ രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നുകിൽ എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. നമ്മളതിലൊരു ഉദാഹരണം പറഞ്ഞു. എന്താ നമ്മളതിൽ ഉദാഹരണം പറഞ്ഞ എം എന്ന് പറഞ്ഞ ഒരാളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ആരന്വേഷിച്ചു? വൈ ആ കുട്ടീനെ അന്വേഷിച്ചു. പക്ഷേ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് റിവാർഡൊന്നും കൊടുക്കുന്നില്ല. കാരണം എം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല വൈയോട് അന്വേഷിക്കാൻ. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രൊമിസർ. നെക്സ്റ്റ് വൺ, സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ബൈ ദി പ്രൊമിസി അല്ലെങ്കിൽ ഓർ എനി അതർ പേഴ്സൺ അല്ലേ. അപ്പോൾ നമ്മൾ പ്രൊമിസിയുമായിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. പ്രൊസീഡ് ഐദർ ഫ്രം ദി പ്രൊമിസി ഓർ എനി അതർ പേഴ്സൺ അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഒരു സ്ട്രേഞ്ചറുമായിട്ട് ഈ കൺസിഡറേഷനിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്യൂ ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. കൺസിഡറേഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. പാസ്റ്റ് ഉണ്ട്, പ്രസൻറ്റ് ഉണ്ട്, ഫ്യൂച്ചർ. അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലേ. പാസ്റ്റ് കൺസിഡറേഷനിൽ നമ്മൾ സർവീസ് ഇപ്പം ചെയ്യും, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത് ഫ്യൂച്ചറിലാണ് കിട്ടുന്നത്. അതാണ് പാസ്റ്റ് കൺസിഡറേഷൻ. ചെയ്തു കഴിഞ്ഞു, അതിനെയാണ് പാസ്റ്റ് കൺസിഡറേഷൻ. പിന്നെ പ്രസൻറ്റ് കൺസിഡറേഷൻ. പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും അതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നു. അതിനെ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ കൺസിഡറേഷൻ. ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്? നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് മാത്രം പറയുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വേറൊരു ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നു. ഇനി കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ് ആവണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം അഡ്വക്കേറ്റ്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, ഒരു സ്കൂട്ടറിന് 28,000 രൂപയാണ് വില ഉണ്ടായിരുന്നത്. അത്രയും വിലപിടിപ്പുള്ള സ്കൂട്ടർ 15,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത് അല്ലേ. അപ്പോൾ അത് ഇൻഅഡ്വക്കേറ്റ് ആണ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇറ്റ് മസ്റ്റ് ബി റിയൽ നോട്ട് ഇല്യൂഷറി. റിയൽ ആണ്, ഇല്യൂഷറി അല്ല എന്ന് പറയുന്നത്. ഇനി എങ്ങനത്തെ സമയത്തൊക്കെയാണ് കൺസിഡറേഷൻ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് റിയൽ എന്ന് ഇല്ലീഗലായിട്ട് അൺസേർട്ടൺ ആയിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് റിയൽ എന്ന് പറയാം. പിന്നെ കൺസിഡറേഷൻ എങ്ങനെയായിരിക്കണം? ലോഫുള്ളായിരിക്കണം അല്ലേ. അൺലോഫുൾ ആകുമ്പോഴത്തെ കേസുകളൊക്കെ നമ്മൾ പറഞ്ഞു, ഫോർബിഡൻ ബൈ ലോ, അതേമാതിരി തന്നെ ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ, പിന്നെ ഫ്രോഡലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതേമാതിരി ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അതർ, ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി, അതൊക്കെയാണ് അതിൽ പറഞ്ഞത്. പിന്നെ ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രൊമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു അല്ലേ. എന്തായാലും പ്രൊമിസർക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ പോയിട്ട് പുതിയൊരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു, പോലീസ് ഓഫീസർക്ക് ഒരു ക്രൈം അന്വേഷിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് അയാൾ അന്വേഷിക്കുന്നതിന് നമ്മൾ വേറൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി പോലീസ് ഓഫീസർ. അത് പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അതിനുള്ള പേയ്മെൻറ്റ് അയാൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇത്രയാണ് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? കൺസിഡറേഷൻ എന്താണെന്ന് പറഞ്ഞു, എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തെടുക്കാനുള്ളത് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പറയുന്നത്
നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് സ്ട്രെയിഞ്ചർ ടു കോൺട്രാക്റ്റ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറയുന്ന സ്ട്രെയിഞ്ചർ ടു എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അയാൾക്ക് ഈ സ്ട്രെയിഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അപരിചിതൻ അല്ലേ. നമുക്കറിയാം സ്ട്രെയിഞ്ചർ എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ തന്നെ അർത്ഥം അപരിചിതൻ എന്നാണ് അല്ലേ. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടുന്നില്ല, കനോട്ട് ക്ലെയിം എനി ലീഗൽ റൈറ്റ്സ്, ലീഗലായിട്ട് യാതൊരു തരത്തിലുള്ള റൈറ്റ്സും ഒന്നും കിട്ടാത്ത ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിഞ്ചർ ടു എ കോൺട്രാക്റ്റ്. പറഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണോ കിട്ടുന്നത് വെച്ചെങ്കിൽ അതൊന്നും അയാൾക്ക് കിട്ടുന്നില്ല അല്ലേ. അങ്ങനത്തെ ഒരാളെയാണ്, അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ സ്ട്രെയിഞ്ചർ ടു എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ നോക്കുക, ശ്രദ്ധിക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. സ്ട്രെയിഞ്ചർ ടു എ കോൺട്രാക്റ്റ്. അപ്പം എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്റ്റ്. ഇപ്പോൾ നമ്മൾ എയും ബിയും കൂടി കോൺട്രാക്റ്റ് ഉണ്ടാക്കി, അതിൽ സി വന്നു കഴിഞ്ഞാൽ സി അതിലത്തെ പാർട്ടിയല്ല, അതാണ് പറയുന്നത്. നമ്മൾ ആരാണോ സ്ട്രേഞ്ചർ ആയിട്ട് ഇവിടെ പറയുന്നത് വെച്ചെങ്കിൽ അയാൾ ഈ കോൺട്രാക്റ്റിൽ ഒരാളല്ല. എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്റ്റ്, അയാൾ ഇതിലത്തെ ഒരാളെ അല്ല. കനോട്ട് ക്ലെയിം റൈറ്റ്സ്, അയാൾക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റ്സും അധികാരങ്ങളും ഇല്ല. ഈവൺ ദോ, എന്നിരുന്നാലും ദ കോൺട്രാക്റ്റ് ഈസ് ഫോർ ഹിസ് ബെനിഫിറ്റ് ആൻഡ് സച്ച് എ പേഴ്സൺ ഈസ് നോൺ ആസ്, പക്ഷേ കോൺട്രാക്റ്റ് കൊണ്ട് അയാൾക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നോക്കൂ, എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്റ്റ്, അതേമാതിരി തന്നെ കനോട്ട് ക്ലെയിം റൈറ്റ്സ് ഇല്ല, ഈവൺ ദോ, എന്നിരുന്നാലും ദി കോൺട്രാക്റ്റ് ഈസ് ഫോർ ഹിസ് ബെനിഫിറ്റ്, അയാൾക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനത്തെ പേഴ്സണെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. സിമിലർലി, when consideration is furnished not by the promisee but by a third person, the promisee becomes a stranger to consideration. ഇപ്പോൾ നമ്മളൊരു കൺസിഡറേഷൻ, നമ്മൾ പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ആരല്ല ഇതിൽ വരുന്നത്, പ്രൊമിസി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വേറൊരു തേർഡ് വ്യക്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊമിസി ബിക്കം അപ്പോൾ പ്രൊമിസിയാണ് നമ്മുടെ ഇവിടെ സ്ട്രേഞ്ചറായിട്ട് വരിക. നോക്കൂ, ഒന്നുകൂടിയും പറയാം. സിമിലർലി, അതേമാതിരി തന്നെ വെൻ കൺസിഡറേഷൻ ഈസ് ഫർണിഷ്ഡ്, ഒരു കൺസിഡറേഷൻ നമ്മൾ ഫർണിഷ് ചെയ്യുന്ന സമയത്ത് നോട്ട് ബൈ ദി പ്രൊമിസി ബട്ട് ബൈ എ തേർഡ് പേഴ്സൺ, പ്രൊമിസി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു തേർഡ് പേഴ്സൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊമിസി എന്ന് പറയുന്ന ആളാണ് ഈസ് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ്. ക്ലിയർ ആയില്ലോ? ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ സ്ട്രേഞ്ചറിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, അത് പഠിക്കണം, ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിത് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്റ്റ് കനോട്ട് ക്ലെയിം റൈറ്റ്സ് ഈവൺ ദോ ദി കോൺട്രാക്റ്റ് ഈസ് ഫോർ ഹിസ് ബെനിഫിറ്റ്, സച്ച് എ പേഴ്സൺ ഈസ് കോൾഡ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സിമിലർലി വെൻ കൺസിഡറേഷൻ നമ്മൾ ഫർണിഷ് ചെയ്യുമ്പോൾ പ്രൊമിസി ആയിട്ടല്ല, ഒരു തേർഡ് പാർട്ടിയാണ് അതിൽ വരുന്നത് വെച്ചെങ്കിൽ പ്രൊമിസി ഈസ് എ ആരാണ്, സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ്. ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്ക് പറയുകയാണ്, എക്സംഷൻ ടു ദ റൂൾ ദാറ്റ് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് കനോട്ട് സ്യൂ. ഏതൊക്കെ നോക്കൂ, എക്സംഷൻ ഏതിലൊക്കെയാണ് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്? എക്സംഷൻ ടു ദ റൂൾ ദാറ്റ് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ് കനോട്ട് സ്യൂ. അപ്പോൾ ഏതിലൊക്കെയാണ് എക്സംഷൻ? സ്ട്രേഞ്ചർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്യൂ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഏതിലൊക്കെയാണ് എക്സംഷൻസ് വന്നിരിക്കുന്നത്? ഇന്ന കാര്യങ്ങളിലൊക്കെ എക്സംഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, എക്സംഷൻ ടു ദ റൂൾ ഏതിലൊക്കെയാണ് എക്സംഷൻസ് വന്നിരിക്കുന്നത്? that the stranger to a contract cannot sue കൊടുക്കാൻ, കേസ് കൊടുക്കാൻ പറ്റില്ല സ്ട്രേഞ്ചർക്ക്. ഏതിലൊക്കെയാണ് എക്സംഷൻസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖല? ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കൂടിച്ചേർന്ന് നടത്തുന്ന ഒന്നാണ് ട്രസ്റ്റിൽ. പിന്നെ പറയുന്നത് മാരേജ് സെറ്റിൽമെൻറ്റ്. രണ്ടാമത് പറയുന്നത് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ എ മാരേജ് സെറ്റിൽമെൻറ്റ്. പിന്നെ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ടു ദ പാർട്ടിഷൻ നടത്തുക. ഫാമിലിയിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണോ ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ പാർട്ടിഷൻ നടത്തുക. പിന്നെ എക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ, അല്ലെങ്കിൽ എക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റോപ്പലാണ് അടുത്തത് പറയുന്നത്. പിന്നെ കോൺട്രാക്റ്റ് എൻറ്റേർഡ് ഇൻ ടു ത്രൂ എൻ ഏജൻറ്റ് മുഖാന്തരമായിട്ടാണ് ഒരു കോൺട്രാക്റ്റ് വന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അതിൽ. പിന്നെ ആൻ അസൈനി ക്യാൻ ഓൾസോ സ്യൂ ഓൺ ദ ബേസിസ് ഓഫ് അസൈൻമെൻറ്റ്. എങ്ങനെയൊക്കെയാണ് അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് സ്യൂ കൊടുക്കുക, കേസ് കൊടുക്കുക. അത്രയും കാര്യങ്ങളാണ് എക്സംഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്.
അപ്പോൾ ശ്രദ്ധിക്കൂ, ഇതെന്താ പറയുന്നത്? എക്സംഷൻ ടു ദ റൂൾ ദാറ്റ് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ. ഏതൊക്കെ കേസിൽ ഒരു സ്ട്രേഞ്ചർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പാടാത്താണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, പോയിന്റ്സ് പറയാം. നമ്മളിവിടെ പറയുന്നത് എക്സംഷൻസ് ടു ദ റൂൾ exemption to the rule, a stranger to a cannot sue. Stranger cannot sue. കേസ് കൊടുക്കാൻ പറ്റാത്ത എക്സംഷൻസ് ഏതിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ഓരോ പോയിന്റ്സ് ആയിട്ട് പറയാം. The rule that a stranger to a contract cannot sue is subject to the following exemptions. First one, trust. ഇനി കോൺട്രാക്ട് ക്രിയേറ്റിംഗ് ട്രസ്റ്റ്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് ട്രസ്റ്റ് ആയിട്ടാണ് കോൺട്രാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ദി ബെനിഫിഷ്യറി ഹൂ ഈസ് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ക്യാൻ എൻഫോഴ്സ് ദി ട്രസ്റ്റ്. എൻഫോഴ്സ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ എ അഗ്രീസ് ടു ട്രാൻസ്ഫർ സർട്ടൺ പ്രോപ്പർട്ടി ടു സി. എന്ത് ചെയ്യുന്നു? എയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അല്ലേ. ടു സി ടു ബി ഹെൽഡ് ബൈ സി ഇൻ ട്രസ്റ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ബി. അതാർക്ക്? ബിക്ക് അല്ലേ. ബി ക്യാൻ എൻഫോഴ്സ് ദി എഗ്രിമെൻറ്റ്. ബിക്ക് അത് എൻഫോഴ്സ് ചെയ്യാം ഈവൺ ദോ എന്നിരുന്നാലും ഹി വാസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെൻറ്റ്. ബി എന്ന് പറയുന്ന ആൾ ഇതിലൊരു പാർട്ടി അല്ലെങ്കിലും ബിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? എൻഫോഴ്സ് ദി എഗ്രിമെൻറ്റ് പറ്റുന്നു. മനസ്സിലാവുന്നുണ്ടോ? എയും സിയും കൂടിയിട്ടാണ് അവിടെ കാര്യങ്ങളുള്ളത്. പക്ഷെ അവിടെ അവരെന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ട്രസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ബി ഇതിലൊരു അംഗമല്ലെങ്കിലും ബി ക്യാൻ എൻഫോഴ്സ് ദി എഗ്രിമെൻറ്റ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എക്സംഷൻ വന്നിരിക്കുന്നത്. ട്രസ്റ്റിനാണ് ഒന്നാമത്തെ എക്സംഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കോൺട്രാക്ട് ക്രിയേറ്റിംഗ് ട്രസ്റ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് വെച്ചെങ്കിൽ ദ ബെനിഫിഷ്യറി ഹൂ ഈസ് എ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട്. ബെനിഫിഷ്യറി സ്ട്രേഞ്ചർ ആണെങ്കിലും ക്യാൻ എൻഫോഴ്സ് ദി ട്രസ്റ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വെൻ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ മാരേജ് സെറ്റിൽമെൻറ്റിൽ പ്രൊവിഷൻ നോക്കാം. വെൻ എഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് മാരേജുമായിട്ടാണ് ഈ എഗ്രിമെൻറ്റ് വരുന്നതെങ്കിൽ provision is made for the benefit of a person, he may sue although is not party to the agreement. അല്ലേ? അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഇതും ഒരു എക്സംഷൻ വന്നൊരു കേസാണ്. കനോട്ട് സ്യൂ അല്ലേ. കേസ് കൊടുക്കാൻ സ്ട്രേഞ്ചർ ഓഫ് എ കോൺട്രാക്ട് കനോട്ട് സ്യൂ അല്ലേ. അപ്പോൾ വേറെ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ മാരേജ് സെറ്റിൽമെൻറ്റ് വെൻ എൻ എഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് മാരേജ് അല്ലേ. അപ്പോൾ ദി പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ, ഹി മേ സ്യൂ ഓൾദോ ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെൻറ്റ്. ഇതിലെ പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ മാരേജ് സെറ്റിൽമെൻറ്റ് സമയത്ത് രണ്ട് പേര് തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിലും എന്നാലും മൂന്നാമതൊരു വ്യക്തിക്ക് എന്തിനു പറ്റും? ഹി മേ സ്യൂ ഓൾദോ, അയാൾ അതിലത്തെ പാർട്ടി അല്ലെങ്കിലും കേസ് കൊടുക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാരേജിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിൽ ഇപ്പോൾ രണ്ട് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതിനെ ഇൻവോൾവ് ചെയ്യാതെ വേറൊരു പാർട്ടി അതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്ത് വന്നാലും അയാൾക്ക് സ്യൂ കൊടുക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ ദി പാർട്ടിഷൻ ഓർ ഫാമിലി അറേഞ്ച്മെൻറ്റ് ഫോർ മെയിൻ്റനൻസ് ഓർ മാരേജ് എക്സ്പെൻസ് ഓർ ഫീമെയിൽ മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ എന്താ നെക്സ്റ്റ് പറയുന്നത്? വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ്. ഇനി അടുത്ത പ്രൊവിഷൻ എന്ന് പറയുന്നത് പാർട്ടിഷൻ അല്ലെങ്കിൽ ഫാമിലി അറേഞ്ച്മെൻറ്റ് ഫോർ മെയിൻ്റനൻസ് മാരേജ് എക്സ്പെൻസ് ഓഫ് ഫീമെയിൽ മെമ്പേഴ്സ് അല്ലേ. ദ ഫീമെയിൽ മെമ്പർ ക്യാൻ എൻഫോഴ്സ് ദ പ്രോമിസ് ത്രൂ ഷീ മേ ബി സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഫീമെയിൽ മെമ്പർക്ക് എന്ത് പറഞ്ഞ് എൻഫോഴ്സ് ചെയ്യാൻ ചെയ്യുന്നത്? പ്രോമിസ് ഷീ മേ ബി എ സ്ട്രേഞ്ചർ ആണെങ്കിലും. നെക്സ്റ്റ് വൺ, അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. Where a promiser by his conduct or acknowledge or otherwise constitute himself as an agent of third party, a binding obligation is thereby incurred towards him and is estopped from denying his liability to the third party. ഉദാഹരണം ശ്രദ്ധിക്കൂ. T receives some money from A to be paid over to X. T admit of this receipt to X. X can recover the amount from T who shall be regarded as an agent of X. ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക. നോക്കുക എന്താ ഇവിടെ പറയുന്നത് ഒന്നുകൂടി.
ടി റിസീവ് സം മണി. ടിക്ക് ആരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി? എയുടെ കയ്യിൽ നിന്ന് കിട്ടി. ടു ബി പെയ്ഡ് ഓവർ ടു എക്സ്, ഇത് ആർക്ക് കൊടുക്കുകയാണ്? എക്സിന് കൊടുക്കുകയാണ്. അപ്പോൾ ടി റിസീവ് സം മണി ഫ്രം എ ടു ബി പെയ്ഡ് ഓവർ ടു എക്സ്. അപ്പോൾ ടിക്ക് കാശ് എയുടെ കയ്യിൽ നിന്ന് കിട്ടി, അത് ആർക്ക് കൊടുക്കുന്നു? എക്സിന് കൊടുക്കുന്നു അല്ലേ. ടി അഡ്മിറ്റ് ഓഫ് ദിസ് റെസീപ്റ്റ് ടു എക്സ്. ടി ആർക്ക് കൊടുക്കുന്നു? എക്സിന്. എക്സ് ക്യാൻ റിക്കവർ ദി എമൗണ്ട് ഫ്രം ടി ഹൂ ഷാൾ ബി റിഗാർഡഡ് ആസ് എൻ ഏജ്. അപ്പോൾ ആരാവുന്നു? ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു തന്നെ ഒരാൾക്ക്. അപ്പോൾ കൊടുക്കാനുള്ള കാശിന് കാശ് കൊടുത്ത ഒരു ഏജൻറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് എക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പലിൽ പറയുന്നത്. വേറെ പ്രൊമിസർ ബൈ ദി കണ്ടക്ട് ഓർ എക്നോളജ് അതർവൈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഹിംസെൽഫ് ആസ് എൻ ഏജൻറ്റ് ഓഫ് തേർഡ് പാർട്ടി. അതുവരെ അതുവരെ മതി കേട്ടോ. അപ്പോൾ വേറെ പ്രൊമിസർ എന്ത് ചെയ്യുന്നു? ബൈ അയാളുടെ കണ്ടക്റ്റ് കൊണ്ടോ എക്നോളജ് കൊണ്ടോ അല്ലെങ്കിൽ അതർവൈസ് കൊണ്ടോ കോൺസ്റ്റിറ്റ്യൂട്ട് ഹിംസെൽഫ് ആസ് എൻ ഏജൻറ്റ് ഓഫ് എ തേർഡ് പാർട്ടി. പിന്നെ കോൺട്രാക്റ്റ് എൻറ്റേർഡ് ഇൻ ടു ത്രൂ ആൻ ഏജൻറ്റ്. ഇനി ഏജൻ്റായിട്ടാണ് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് വെച്ചെങ്കിൽ അത് ദ പ്രിൻസിപ്പൽ ക്യാൻ എൻഫോഴ്സ് ദി കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ ഹിസ് ഏജൻറ്റ് പ്രൊവൈഡഡ് ദി ഏജൻറ്റ് ആക്ട് വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ദി അതോറിറ്റി ആൻഡ് ദി നെയിം ഓഫ് ദി പ്രിൻസിപ്പൽ. അപ്പോൾ എന്താ പറയുന്നത്? കോൺട്രാക്റ്റ് നമ്മൾ ഏതിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്? ഒരു ഏജൻസി, അതിലൂടെയാണ്, ഏജൻറ്റിലൂടെയാണ്. പ്രിൻസിപ്പളും ഉണ്ടായിരിക്കും ഏജൻറ്റും, അങ്ങനെയാണ് വെച്ചെങ്കിൽ അത്. പിന്നെ ആൻഡ് അസൈനി ക്യാൻ ഓൾസോ സ്യൂ ഓൺ ദി ബേസിസ്. ഒരു അസൈനിക്ക് എങ്ങനെ സ്യൂ ചെയ്യാം? ഓൺ ദി ബേസിസ് എങ്ങനെയാണോ അസൈൻമെൻറ്റ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് സ്യൂ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. Assignment is process whereby right to enforce a contract is vested in someone or other than original creditor without the consent of original debtor. An assignee of a contract can also enforce the benefit which has been assigned under the contract. അപ്പോൾ എന്താണ് എന്നുള്ള കാര്യം അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നതാണ് എന്നുള്ള കാര്യങ്ങൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Thus the holder in due course is negotiable instrument can realize the amount even though there is no contract between him and the person liable to pay. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞത്? എക്സംഷൻസ് ആയിട്ട് പറഞ്ഞത് അല്ലേ. അപ്പോൾ എക്സംഷൻ ടു ദ റൂൾ ദാറ്റ് എ സ്ട്രേഞ്ചർ ഓഫ് എ കോൺട്രാക്ട് കനോട്ട് സ്യൂ ചെയ്യാൻ പറ്റാത്തത് സ്ട്രേഞ്ചർക്ക് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ ട്രസ്റ്റ് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞു? ട്രസ്റ്റ്. പിന്നെ എന്താണ്? പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഓൺ മാരേജ് സെറ്റിൽമെൻറ്റ്. പിന്നെ പറഞ്ഞു വേറെ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ പാർട്ടിഷൻ ഫാമിലി അറേഞ്ച്മെൻറ്റ് ഫോർ മെയിൻ്റനൻസ് മാരേജ് എക്സ്പെൻസ് ഓഫ് ഫീമെയിൽ മെമ്പേഴ്സ്. പിന്നെ അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. പിന്നെ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ത്രൂ എൻ ഏജൻറ്റ്. പിന്നെ ആൻ അസൈനി ക്യാൻ ഓൾസോ സ്യൂ ഓൺ ദി ബേസിസ് ഓഫ് അസൈൻമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞ സ്ട്രേഞ്ചറുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്ററാണ് എടുത്തത്. അതിൽ കൺസിഡറേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ കൺസിഡറേഷൻ്റെ ലീഗൽ റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് കൺസിഡറേഷനിൽ പറയാനുള്ളത് എന്നുള്ളത് പറഞ്ഞു. ആരാണ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റ്. പിന്നെ എക്സംഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിന്ന് പറഞ്ഞതിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വാട്ട് ഈസ് മെൻ ബൈ കൺസിഡറേഷൻ. പിന്നെ അടുത്ത നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ എപ്പോഴും ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ, ഹൂ ഈസ് എ സ്ട്രേഞ്ചർ. മറ്റേ എക്സംഷൻസ് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എടുത്തത്. ഇനി നമുക്ക് അടുത്ത ദിവസം പറയാം കേട്ടോ. ഓക്കെ.